ഇന്ത്യ പോസ്റ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 21,413 വേക്കൻസിയാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ട് നമുക്ക് വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നമ്മൾ ഇന്നലെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റും. വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്ത ഡേറ്റ് അടിസ്ഥാനത്തിലൂടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന കാണാം. ഇന്നലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് 12 മണിക്കൂറായിട്ട് അത് ചെയ്തിട്ടുള്ളൂ. കാരണം ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെൻറ്റ് ഇന്നലെ രാത്രിയാണ് വീഡിയോ ചെയ്തത്. ഏകദേശം 30 മിനിറ്റിൻ്റെ മുകളിൽ ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഇതിൽ ഞാൻ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇതിലേക്ക് എന്തെങ്കിലും പ്രൊമോഷൻ സാധ്യതയുണ്ടോ, പെർമനൻറ്റ് വേക്കൻസി ആണോ, എങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അതിൻ്റെ ഡ്യൂട്ടി എന്താണ്, നമുക്ക് എന്തൊക്കെ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടി വരിക, അതിൽ തന്നെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, അതുപോലെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, അതുപോലെ ദക്സേവക് ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിൻ്റെയും ഡ്യൂട്ടി എന്താണെന്നൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളിതിലേക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്നിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയില്ല. അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണുക, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ഞാൻ തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളതായിട്ട് പേജിലേക്കാണ് വരിക. നിങ്ങൾക്കൂടെ കാണാം നമ്മുടെ വെബ്സൈറ്റാണ് ഇന്ത്യൻ പോസ്റ്റ് GDS. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണിട്ട് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ട്, തമിഴ്നാട് എത്ര വേക്കൻസി, അങ്ങനെ ഓരോ സർക്കിൾ വൈസ് വേക്കൻസിയാണ് അതിലുണ്ടാകുക. പിന്നെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്താണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഇന്നലെ ചെയ്ത നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷൻ വീഡിയോൻ്റെ നേരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി GDS പ്രൊമോഷൻ, അതായത് GDSൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ സാധ്യതയുണ്ടോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥിര ജോലിയാണോ, അത് ഒരു വർഷം മുൻപ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ കുറച്ച് സംശയങ്ങൾക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞിട്ട് വേറെയും വീഡിയോ കുറച്ച് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ ഞാൻ ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണാം. ഇത് നമ്മുടെ ചാനലിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് കാണാം കേട്ടോ. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൺഫ്യൂഷൻ വേണ്ട. നമ്മുടെ വീഡിയോയുടെ അടിയിലുള്ള അപ്ലൈ ആവുന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വീഡിയോ ഇതിൽ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൽ നിന്ന് കാണാം. ഇനി ആപ്ലിക്കേഷൻ ഫോമിലാണ് നമ്മൾ തുടങ്ങുന്നത്. ആപ്ലിക്കേഷൻ ഫോമിൽ ആദ്യം എന്ത് ചെയ്യാം, നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാറുന്നുള്ളത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യാറുന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മൾ വന്നിരിക്കുന്നത് GDSൻ്റെ ഹോം പേജിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം സ്റ്റേജ് 1. സ്റ്റേജ് 1 നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ എന്നുള്ളതാണ് ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് സ്റ്റേജ് 1 കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ സ്റ്റേജ് 2 പോയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഓരോന്ന് ഞാൻ വിശദമായിട്ട് കാണിക്കാം. സ്റ്റേജ് 1 നിങ്ങൾക്ക് കാണാൻ രജിസ്ട്രേഷൻ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എന്താണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ നമ്മളിവിടെ സ്റ്റേജ് 1 നിങ്ങൾക്കിവിടെ കാണാം. സ്റ്റേജ് 1 രജിസ്ട്രേഷനാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ വേക്കൻസിയെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ വേണം. കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ട്, കേരളത്തിൽ തന്നെ നിങ്ങൾക്കിവിടെ കേരളം എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത് കേട്ടോ. കാലിക്കറ്റ് എത്ര ഉണ്ട്, അങ്ങനെ ഓരോന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഏത് ഡിവിഷനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. കാരണം അതിൽ നിങ്ങൾക്കുള്ള ഡൗട്ടിനൊക്കെ ഉള്ള ആൻസർ അതിലുണ്ട്. കാരണം എത്ര ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എത്ര സർക്കിളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം അത് കാണണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടനാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, മെയിൽ ID കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങളുടെ പേര്, നിങ്ങളുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങൾ കൊടുക്കുക. ഫാദറിൻ്റെ പേര് നിങ്ങളുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ അതുപോലെ നിങ്ങളിവിടെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്ന് നിങ്ങളത് സെലക്ട് ചെയ്യാം. പിന്നെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. സർക്കിൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അത് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കൂടെ കാണാം. കേരള, കർണാടക സ്റ്റേറ്റ് വൈസ് ആയിട്ട് അതിന് സർക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു സർക്കിളിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരള സെലക്ട് ചെയ്യാം. ദെൻ നമ്മൾ പാസിങ് ഇയർ, നമ്മൾ എന്നാണ് പാസ് ഔട്ട് ആയത് എന്നുള്ളത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ക്യാപ്ച അടിച്ചിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കാം. ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മൊബൈൽ നമ്പറും മെയിൽ ID കൊടുത്തിട്ട് വാലിഡേറ്റ് മൊബൈൽ നമ്പർ എന്ന് കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് OTP ജനറേറ്റ് ചെയ്ത് ആ OTP അടിച്ചു കൊടുക്കണം. പിന്നെ ഇമെയിൽ ID കൊടുത്തിട്ട് വാലിഡേറ്റ് ഇമെയിൽ കൊടുക്കുക. എന്നിട്ട് OTP ഇമെയിലിലേക്ക് വരും. അതും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ എൻ്റർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഡീറ്റെയിൽ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ വാലിഡേറ്റ് OTP മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് OTP അടിക്കാനുള്ളത് വരും കേട്ടോ. അവിടെ നമ്മൾ മൊബൈലിലേക്ക് വന്ന OTP അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് OTP എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം മൊബൈൽ നമ്പർ വാലിഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇനി അടുത്ത് നമ്മൾ കൊടുക്കേണ്ട ഇമെയിൽ ID ആണ്. നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക.
നമ്മൾ വാലിഡേറ്റ് ഇമെയിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് OTP വന്നിട്ടുണ്ടാവും, അത് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ സക്സസ്ഫുള്ളി വാലിഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ഇനി ക്യാപ്ച അടിച്ചു, ഈ ക്യാപ്ചയോട് അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നിക്കൂടെ കാണാൻ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഫസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ്, പ്ലീസ് കണ്ടിന്യൂ ഫില്ലിംഗ് ദ ഡീറ്റെയിൽസ് ഫോർ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷൻ തന്നെ ഫസ്റ്റ് സ്റ്റേജാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി രജിസ്ട്രേഷന് കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. ഓക്കെ എന്ന് കൊടുക്കുക. അങ്ങനെ ഓക്കെ എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുത്ത ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മറ്റു ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യണം. അതായത് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. വെരിഫിക്കേഷൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. PWD പറഞ്ഞാൽ ശാരീരിക പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കേട്ടോ, ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ. അങ്ങനെ അവിടെ യെസ് എന്ന് കൊടുത്താൽ അവർ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി എന്താണ്, കാറ്റഗറി A, B, അതൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് നോക്കിയിട്ട് അവർ ചെയ്യണം കേട്ടോ. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ചോദിക്കാം. ഓക്കെ, അത് നമ്മൾ നോ കൊടുക്കുക. ദെൻ ലാംഗ്വേജ് സ്റ്റഡീഡ് ഇൻ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിവിടെ കൊടുക്കണം കേട്ടോ. ഏതൊക്കെ ലാംഗ്വേജ് നമ്മൾ സെക്കൻഡറി സ്കൂളിൽ, അതായത് 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ. നിങ്ങൾ പഠിച്ചത് മലയാളമുണ്ട്, ഓക്കെ, പിന്നെ ഹിന്ദിയും ഉണ്ട്, ഓക്കെ, പിന്നെ ഉറുദോ അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. തമിഴ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് കൊടുക്കാം. നിങ്ങൾ എന്തൊക്കെ സെക്കൻഡറി സ്കൂൾ, അതായത് നമ്മൾ 10ാം ക്ലാസ് വരെ എന്തൊക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. ഓക്കെ, നമ്മൾ 10ാം ക്ലാസ്സിൽ എന്തൊക്കെ സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള അനുസരിച്ച് നിങ്ങൾ കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ദെൻ ഇനി നമ്മൾ നിലവിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഇനി അത് അടുത്തത് നിലവിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ NOC ആവശ്യമാണ്. ഓക്കെ, അത് നോക്കാം. ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. അതുകൊണ്ട് നമ്മളത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫി 200x230 പിക്സലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ കേട്ടോ. ഓക്കെ, അതുപോലെ 140x60 പിക്സലായിരിക്കണം സിഗ്നേച്ചറിൻ്റെ ഡയമെൻഷൻ. 50 KB വരെ ഫോട്ടോ മാക്സിമം പറ്റും, 20 KB സിഗ്നേച്ചർ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം നിങ്ങൾക്കൊന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഞാനിതിലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഞാൻ അടുത്തത് സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്തു. ഇനി ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്യാൻസൽ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളെല്ലാം ഓക്കെ ആണെന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണാം. ഈ രജിസ്ട്രേഷൻ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയിട്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ എവിടെയെങ്കിലും. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് എന്താണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റു പല ആവശ്യങ്ങൾക്കും നമുക്ക് പ്രിൻ്റ് എടുക്കാനും ഒക്കെ നമുക്കത് ആവശ്യം വരും കേട്ടോ, ഫൈനലി നമ്മൾ സബ്മിറ്റ് ചെയ്താലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഒന്നെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കുക പോകാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളത് എഴുതി വെക്കുക. അതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ടു അപ്ലൈ എന്ന് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഈ പറയുന്ന ക്ലോസ് ചെയ്തിട്ട് പിന്നീട് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് പിന്നീട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവാണ്. കണ്ടിന്യൂ ടു അപ്ലൈ എന്നുള്ളത് കൊടുക്കുന്നു. കണ്ടിന്യൂ ടു അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഇനി അപ്ലൈ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങളിപ്പോൾ അവിടെ ഇത് ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലാണ് നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ വരിക, വീണ്ടും ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുക്കുക. അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നേരത്തെ ഹോം പേജിലേക്ക് വരും. ഇനി അടുത്ത് നിങ്ങൾ സ്റ്റേജ് 1 നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2ൽ നിങ്ങളിത് അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ, നേരത്തെ വന്ന അതേപോലെ തന്നെയുള്ള പേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ നമ്പർ ഇട്ട് കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ ഇട്ട് കൊടുത്തിട്ട് ഏത് സർക്കിളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് ഏത് സർക്കിളാണോ കൊടുത്തത് അതേ സെയിം സർക്കിൾ തന്നെ കൊടുക്കുക. ഞാൻ കേരളമാണ് സെലക്ട് ചെയ്ത് കേരള കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സ്റ്റാറ്റസ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സബ്മിറ്റ് എന്നുള്ള കൊടുക്കുന്നു. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP അയച്ചിട്ടുണ്ടാവും. ആ OTP വെച്ചിട്ടാണ് നമ്മളിതിൽ ലോഗിൻ ആകുന്നത്. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന OTP ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്ച കോഡ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ക്യാപ്ച കോഡ് അടിച്ചു, OTP കൊടുത്തു. ഇനി ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
അങ്ങനെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളിതാ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ മുകളിൽ തന്നെ അവിടെ കാണും. ഓക്കെ, ഇനി അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ അടിയിൽ ഏറ്റവും താഴെ കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം എന്നുള്ളതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ യെസ്, നമ്മുടെ അഡ്രസ്സൊക്കെ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് നമ്പർ അല്ലെങ്കിൽ ഹൗസ് നെയിം എന്താ വെച്ചാൽ അത് ടൈപ്പ് ചെയ്യാം. സ്ട്രീറ്റ്, വില്ലേജ്, ഇതെന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ, എളുപ്പത്തിന് കാണാൻ വേണ്ടിയിട്ട്. പിൻകോഡ് ഏതാ വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സെങ്കിൽ ഇവിടെ സെയിം ആസ് കൊടുത്താൽ ഇവിടെ കൊടുത്താൽ അത് അഡ്രസ്സ് ഇവിടെ കോപ്പി ആണെന്ന് കാണാൻ പറ്റും. വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സമയത്ത് ഇയർ ഓഫ് പാസിംഗ് കൊടുത്തിട്ടുണ്ട് 2018. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് റിജക്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇവിടെ സെലക്ട് ബോർഡ്, നമ്മൾ ഏത് ബോർഡാണെന്ന് ഇവിടെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കേരള SSLC നമുക്ക് പല സ്കീം അതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പം പാസ് ഔട്ട് ആയ വർഷം 2018 കൊടുത്തുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുക. ഇനി നിങ്ങൾ 2018 മുൻപ് അല്ലെങ്കിൽ 2000-നോ 2000-ന് താഴെയോ അല്ലെങ്കിൽ വളരെ കുറേ പിന്നോട്ട് പോയിട്ടുള്ള ഡേറ്റ് ആണ് കൊടുത്തെങ്കിൽ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇതിൽ കൊടുക്കുന്നത് 2018 ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൽ തന്നെ നോക്കട്ടെ, കേരള SSLC ഫ്രം 2013 ഓൺവേർഡ്സ്. അപ്പോൾ നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഏതാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതൊക്കെ THSLC ആണ്, അങ്ങനെ ഓരോരോ കാറ്റഗറി മറ്റ് ടെക്നിക്കലായിട്ടുള്ളതാണ് അത് വരുന്നത്. അങ്ങനെ ഓരോന്നും ഉണ്ട്. പിന്നെ CBSE ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഏതാണ് കഴിഞ്ഞത്, നിങ്ങളുടെ ബാച്ച് ഏത് സ്കീമാണ് കഴിഞ്ഞതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കൊടുക്കണം. ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ്ലി റിജക്റ്റ് ആവും. അതിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ല. ഓക്കെ, പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് നമ്മൾക്ക് അറിയാം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അവർ വെരിഫൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സാധനം ഒന്നും അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് അതിന് ഇക്വലൻസി ഒക്കെ ഉള്ള രീതിയിൽ ഓപ്പൺ ആയിട്ടൊക്കെ പഠിച്ചാൽ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള അതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടെ കാണാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, അങ്ങനെ ഓരോ സ്കീമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ SSLC ഫ്രം 2013 ഓൺവേർഡ്സ് ആണ്. അപ്പോൾ എനിക്കത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്താണോ നിങ്ങൾ ഏത് ഇയറിലാണോ കഴിഞ്ഞത് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ 2018 കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പറയുന്ന സ്കീമുകൾ ഇതിൽ കാണിക്കുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടെ മുൻപുള്ള വർഷത്താണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കീം അതിൽ കാണിക്കും, ബോർഡും കാര്യങ്ങളൊക്കെ. ഇനി സെലക്ട് റിസൾട്ട് ടൈപ്പ്. അപ്പോൾ അതിൽ എനിക്കിവിടെ കാണാം 2013 ഓൺവേർഡ്സിൽ നമുക്ക് ഗ്രേഡാണ്. ഓക്കെ, അപ്പോൾ ആ ഗ്രേഡ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, മാർക്ക് നമുക്കില്ല. കേരള ബോർഡ് ആയതുകൊണ്ട് നമുക്ക് ഫുള്ള് ഗ്രേഡാണ്, A+, അങ്ങനെയുള്ള ഗ്രേഡാണല്ലോ. അപ്പോൾ അത് തന്നെ അതിൽ വരുള്ളൂ. അതല്ല ഇനി 2000-ൻ്റെ മുൻപ് അല്ലെങ്കിൽ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു 2000-ൻ്റെ മുൻപ് അപ്പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രേഡൊക്കെ അല്ല, നമുക്ക് മാർക്കാണ്. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് മാറും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഇവിടെ ഗ്രേഡ് എന്നുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ ഗ്രേഡ് നിന്ന് സെലക്ട് ചെയ്താൽ ഇനി നമ്മുടെ മാർക്ക് നമ്മളിവിടെ ഇട്ട് കൊടുത്താൽ മതി. മാർക്കല്ല, നമ്മുടെ ഗ്രേഡ് ഇട്ട് കൊടുത്താൽ മതി. ഗ്രേഡൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താണോ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് എന്ത് ഗ്രേഡാണോ കിട്ടിയത് അത് നിങ്ങൾ കൊടുക്കാം. A+ ആണ് കിട്ടിയെങ്കിൽ A+ കൊടുക്കാം, B+ ആണ് B+, ഏതാ നിങ്ങൾ അനുസരിച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വെറുതെ ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് പറയുന്ന വെറുതെ ഒരു ഗ്രേഡ് അങ്ങനെ കൊടുക്കുകയാണ്. നോക്കിയിട്ടൊന്നല്ല, നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണെന്ന് നിങ്ങളുടെ SSLC ബുക്കിലുണ്ടാവും, അതൊക്കെ അനുസരിച്ച് തന്നെ കൊടുക്കണം. നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് നിങ്ങൾ മലയാളമാണോ പഠിച്ചത് ഏതായിരിച്ചാൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ തമിഴാണോ ഉറുദു ആണോ ഏതായിരിച്ചാൽ നിങ്ങൾ അറബിയാണോ ഏതായിരിച്ചാൽ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കണം. അത് നിങ്ങളെ ഫസ്റ്റ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് എഴുതി ഉണ്ടാവും, അതിനനുസരിച്ച് അതിന് ഏത് ഗ്രേഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ അത് കൊടുക്കാം. ദെൻ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഏതാ ഗ്രേഡ് കിട്ടിയ വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, അതിനനുസരിച്ച് തന്നെ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, ദെൻ ITക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ഏതായിരിച്ചാൽ അത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കെമിസ്ട്രിക്ക് ഏത് ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത് അത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റിൽ ഫസ്റ്റ് ലാംഗ്വേജ് വരുന്നുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ പഠിച്ചത് കൊടുക്കാം. ഓക്കെ, പേപ്പർ സെക്കൻഡ് വരുന്നുണ്ട് ഫസ്റ്റ് ലാംഗ്വേജിൽ. ഇതൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഇതുപോലെ ഉണ്ടാവും. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഹിന്ദി അല്ലെങ്കിൽ JK ആണ് അതിൽ ഒന്ന് വരുന്നത്, അതിൽ ഹിന്ദിയാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഹിന്ദിക്ക് എത്ര കിട്ടിയ വെച്ചാൽ അത് കൊടുക്കാം. ഈ ഫിസിക്സിന് എത്ര കിട്ടിയ വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ സോഷ്യൽ സയൻസിന് എത്ര കിട്ടിയ വെച്ചാൽ അത് കൊടുക്കാം. ഇനി ബയോളജിക്ക് എത്ര കിട്ടിയ വെച്ചാൽ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അങ്ങോട്ടോ മാറിപ്പോയാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആവും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴാണ് നമ്മളതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. കാരണം ഇതിനനുസരിച്ചിട്ടാണ് ഇതിലേക്ക് സെലക്ഷൻ വരിക.
അപ്പോൾ അതിൽ നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ കാര്യമില്ല, ആ ക്രൈറ്റീരിയ പോയില്ലേ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ മാർക്ക് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ തെറ്റായ കാരണം മാർക്ക് ചിലപ്പം ബിയിലെ A+ കൊടുത്തു കഴിഞ്ഞാൽ മാറിയില്ലേ, ആ ഒരു പെർസെൻറ്റേജിൽ വ്യത്യാസം വരും. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കാം. അങ്ങനെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കൊന്നും പാടെ അത് എൻഷുർ ചെയ്യാനത് നമ്മൾ ഓക്കെ കൊടുക്കാം. അങ്ങനെ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ പ്രിഫറൻസ് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തു, ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്തു, ഇത് നമ്മൾ പ്രിഫറൻസ് ചൂസ് ചെയ്യുക, മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർക്കിളിൽ, കേരള, തമിഴ്നാട്, ഇതിൽ ഏതെങ്കിലും ഒരു സർക്കിളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ സർക്കിളിൽ തന്നെ നമുക്ക് ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളം എടുക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് കാലിക്കറ്റ്, കണ്ണൂർ, അങ്ങനെ എറണാകുളം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഓരോ ഡിവിഷനാണ്. ഈ ഡിവിഷനിൽ എല്ലാത്തിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ലക്ഷദ്വീപ് ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇവിടെ കാണാം സർക്കിൾ അപ്ലൈയിങ് ഫോർ എന്ന് ഇവിടെ കാണാം, നിങ്ങൾക്ക് കേരള എന്ന് കാണാം. ഇനി സെലക്ട് ഡിവിഷൻ അപ്ലൈയിങ് ഫോർ എന്ന് ഇവിടെ കാണാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ നമ്മൾ സെലക്ട് ചെയ്യണം, കേരളത്തിൽ ഏതെങ്കിലും ഡിവിഷൻ. ഇപ്പോൾ ഞാനിവിടെ കാലിക്കറ്റാണ് കൊടുക്കുന്നത്, കാലിക്കറ്റ് ഡിവിഷൻ. അങ്ങനെ കാലിക്കറ്റ് ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ കാണിക്കുന്ന വേക്കൻസി നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ജനറലാണ് കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് ജനറൽ വേക്കൻസി മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഓരോ പേജ് വേണമെങ്കിൽ മാറ്റി കാണിച്ചിട്ട് അതിലൊക്കെ നിങ്ങൾക്ക് കാണാം ജനറൽ വേക്കൻസി മാത്രമേ കാണിക്കുകയുള്ളൂ. ഇനി SC ST OBC ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, ജനറൽ വേക്കൻസി ഉണ്ടാവും, OBC വേക്കൻസി ഉണ്ടാവും. അപ്പോൾ അതിൽ രണ്ടിലേക്കും അവർക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, അതായത് നമ്മൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ കൊടുത്ത ലോക്കൽ ലാംഗ്വേജും അതോടൊപ്പം തന്നെ നമ്മുടെ കാറ്റഗറിയും കമ്മ്യൂണിറ്റിയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണ് ഇവിടെ താഴെ കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ പ്രിഫറൻസ് നമ്പർ നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ കാറ്റഗറി, നമ്മുടെ കമ്മ്യൂണിറ്റി, അതുപോലെ ഈ പറയുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നിരിക്കുന്നത് ഇവിടെ വേക്കൻസി കാണിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ജനറലാണ് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ, ജനറലായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് ജനറൽ വേക്കൻസി മാത്രമേ എനിക്കിവിടെ കാണിക്കുകയുള്ളൂ. അപ്പോൾ 5 പേജ് ഉണ്ട്, ഇതിൽ ഒരു പേജിൽ 10 ഈ പറയുന്ന നമ്മുടെ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസ് അല്ലെങ്കിൽ സബ് ഓഫീസൊക്കെ ആയിട്ട് 10 എണ്ണം വരുന്നുണ്ട് ഒരൊറ്റ പേജിൽ. അങ്ങനത്തെ 5 എണ്ണം ഉണ്ട്. അപ്പോൾ 50 എണ്ണത്തിലേക്ക് എനിക്ക് കൊടുക്കാം ചുരുക്കി പറയുകയാണെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് 50 ഉണ്ടാവില്ല, ചിലപ്പം 42 കാറ്റഗറിയിലേക്ക് എനിക്ക് കൊടുക്കാം. ഓക്കെ, 42 ഓഫീസുകളിലേക്കായിട്ട് എനിക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാം, ഒന്നാമത്തെ നിങ്ങൾ നോക്കാം, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒന്നാമത്തത് ഏതാണെന്ന് നോക്കാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാലോ, സ്ഥലം കണ്ടാലും മനസ്സിലാവും. ഓക്കെ, സ്ഥലപ്പേരൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏലത്തൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ സ്ഥലപ്പേരുണ്ട്, ചെറുകുളത്തൂർ, അങ്ങനെ ഓരോ സ്ഥലമുണ്ട്. അത് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക, മൊത്തത്തിൽ അങ്ങനെ നോക്കുക എവിടേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഇവിടെയാണ് ഈ മാണിപൂരാണ് ഇപ്പം വേണ്ടതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ആദ്യം എനിക്ക് വേണ്ടത് മാണിപൂരാണ് വിചാരിക്കുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ നേരെയുള്ള നമ്പറിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത എനിക്ക് വേണ്ടത് ഫസ്റ്റ് പേജിലാണ് വിചാരിക്കുക. വീണ്ടും ഫസ്റ്റ് പേജിലേക്ക് വരാം. എനിക്ക് വേണ്ടത് എന്താണ്, ഈ പറയുന്ന അമരകുഞ്ഞി അതാണ് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ചേളന്നൂരാണ് വിചാരിക്കുക. ചേളന്നൂരിൻ്റെ നേരെ 2 ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാത്തിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്പർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഏതാണ്, രണ്ടാമത് വേണ്ടത് ഏതാണ്, മൂന്നാമത് വേണ്ടത് ഏതാണ്, അങ്ങനെ 42ാമത് വേണ്ടത് ഏതാന്ന് വരെയുള്ള നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇതിൽ കൊടുക്കാം. ഇത്രയേ കൊടുക്കാൻ പറ്റൂ എന്നുള്ള യാതൊരു നിർബന്ധമില്ല. എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് എലിജിബിൾ വേക്കൻസിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നിങ്ങൾ SC ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ SC ST OBC ആണെങ്കിൽ കട്ട് ഓഫ് നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട. നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസീസ് ആണ്. അപ്പോൾ SC ST ആണെങ്കിൽ SC ST വേക്കൻസി ആദ്യം കൊടുക്കുക. ഓക്കെ, അതിന് നിങ്ങൾ 1 2 3 എന്നുള്ള പ്രിഫറൻസ് ഇട്ട് നിങ്ങൾ അടുത്തുള്ള അനുസരിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ജനറൽ വേക്കൻസി എന്ത് ചെയ്യുക, നിങ്ങൾ നമ്പർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ SC ST OBC ആണെങ്കിൽ അവർക്ക് ജനറൽ വേക്കൻസിയും കാണിക്കും, പ്ലസ് അഡീഷണലി അവരുടെ കമ്മ്യൂണിറ്റി വേക്കൻസിയും കാണിക്കും. അപ്പോൾ ആദ്യം അവർ ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റി വേക്കൻസി കംപ്ലീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അവർ ജനറൽ വേക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാ വേക്കൻസിയിലേക്കും ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാലിക്കറ്റ് ഡിവിഷനിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എലിജിബിൾ ആയിരിക്കുന്ന, നിങ്ങളുടെ കാറ്റഗറിക്ക് എലിജിബിൾ ആയിരിക്കുന്ന എല്ലാ വേക്കൻസിയും ഇവിടെ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാം ഇതിൽ 1 2 3 4 ഇട്ട് ലാസ്റ്റ് നമ്പർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തത് 3 എന്ന് കൊടുക്കാം, അടുത്ത പിന്നെ നിങ്ങൾക്ക് 4 എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കാം. അപ്പോൾ ഒരേ നമ്പർ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 2 3 വരരുത്, അല്ലെങ്കിൽ 2 4 ഇട്ട് പോകരുത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടോ അങ്ങനെ അടിച്ചാൽ അത് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഡിക്ലറേഷൻ കൊടുക്കുക.
ഓക്കെ, ഡിക്ലറേഷൻ കൊടുത്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതുകൊണ്ട് നമ്മളോട് ഒന്നുപാട് കൺഫർമേഷൻ ചോദിക്കും, ഓക്കെ എന്ന് കൊടുക്കാം. അങ്ങനെ ഓക്കെ എന്ന് കൊടുക്കാൻ നിൽക്കണം. ഡാറ്റ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫീ അടയ്ക്കാനാണ്. ഞാനിപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് ഫീ അടയ്ക്കാനാണ്. ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡാറ്റ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ്, റീഫണ്ടൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫീ അടയ്ക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ഫീ 100 രൂപയാണ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല, PWDക്ക് ഫീ ഇല്ല, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഫീ ഇല്ല, അവർക്കും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ATM കാർഡ് യൂസ് ചെയ്തിട്ടോ, നിങ്ങളുടെ ഗൂഗിൾ പേ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ UPI ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. UPI എന്നുള്ളത് ഇവിടെ കാണാം, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതാ ഷോ QR എന്നുള്ളത് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കിയാൽ നിങ്ങളുടെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ PTM ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫീ അടയ്ക്കാം. വാട്സപ്പ് ഒക്കെ ഉപയോഗിച്ച് ഫീ അടയ്ക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റീഫ്രഷ് ഒന്നും അടിക്കരുത്, പേജ് ബാക്ക് അടിക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? റീലോഡ് ആയിട്ട് വരും കേട്ടോ. സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ, പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ ബാക്കൊന്നും പോകാൻ പാടില്ല. അപ്പം ഇനി നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഏറ്റവും മുകളിലത്തെ യൂസ് ചെയ്യാം. നിങ്ങളുടെ ATM ഏതെങ്കിലും ബാങ്കിൻ്റെ ATM കാർഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ വീഡിയോ വേണമെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ട വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് ഇനി നമ്മൾ കുറേ മുൻപ് SSLC പഠിച്ചവരാണെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നമ്മൾ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. കുറച്ചുപാട് മുൻപുള്ള ഒരു ഡെമോ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ പറയുന്ന ലിങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്, നിങ്ങൾ കാണുക, അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മറ്റു കുറച്ച് മുൻപ് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട് തന്നെയാണ്, ഇതേമാതിരിയൊക്കെ തന്നെയുള്ള കുറച്ച് ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.